ഈ ഒരു പലഹാരം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് ചായയുടെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്തരാണ് ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റത്തില്ല. ആരും പറയത്തില്ല ചോറാണെന്നാ മുട്ടയാണെന്നാ കടലമാവുണ്ടെന്നാ സവാള ഉണ്ടെന്നാ എന്നും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പലഹാരത്തിനുണ്ട്. അത്ര നല്ല വെറൈറ്റി ആയൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞത് ഈ വല്ല കള്ളത്തരം ഉണ്ടാന്ന് ഒന്ന് നോക്കണം. അപ്പോൾ അടുത്ത ഒരു കപ്പ് ചോറും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കാൻ പറ്റുമോ, ഇപ്പോൾ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുന്ന നേരം വേണ്ട. ഒരു കപ്പ് ചോറുണ്ട്, ഒരു മുട്ടയും ഉണ്ടെങ്കിൽ, ചോറിപ്പോൾ നമ്മളെ വീട്ടിൽ കാണുമല്ലോ, ഒരു കപ്പ് ചോറെടുത്ത് ഒരു മുട്ടയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ചായക്കടി ഉണ്ടാക്കാം. എങ്കിൽ പിന്നെ നമുക്ക് അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഒരു കപ്പ് ചോറ്, ഒരു മുട്ട. ഇപ്പോൾ എല്ലാവർക്കും കണ്ടു കാണും. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി എടുത്തിരിക്കുന്ന ഒരു കപ്പ് സവാള, ഒരു കപ്പില്ല, ഒരു അര കപ്പ് സവാള. അത് നമ്മളെ ആവശ്യത്തിന് നമുക്ക് തോന്നുന്ന ഒരു കുറച്ച് എടുക്കണമെങ്കിൽ കുറച്ചെടുക്കാം, ഇതിൽ നിന്ന് ഇച്ചിരി കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നീട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ കടലമാവാണ്. 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം അരിയില്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വലിയ പച്ചമുളകിൻ്റെ ഒരു അര ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സവാളയും വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി അരിയില്ലാതെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ എടുത്തിരിക്കുന്ന ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഇത്രയും ഉപ്പ് മതിയാകും. നമ്മളിത് പഞ്ചസാരയൊന്നും ചേർക്കുന്നതല്ല. ഇത് എരി കൊണ്ടുള്ളൊരു പരിപാടിയാണ്. ഇതെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ടയും ചോറും കൂടെ ഒരു മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഈ മുട്ടയും ചോറും കൂടെ മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് ഈ ബൗളിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മൾ മുട്ടയും ചോറും കൂടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട്, ഗരം മസാല ഇട്ട്, ക്യാപ്സിക്കം ഇട്ട്, കറിവേപ്പില, തക്കാളി, മുളക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതിട്ട്, അതിനുശേഷം നമ്മൾ സവാള ഇട്ട്, സവാള ആദ്യമേ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇടണമെന്നില്ല. ഇതെല്ലാം ഒന്നേന്ന് പറഞ്ഞിട്ട് ഇട്ട് മിക്സ് ചെയ്യണം. ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇവിടെ എടുത്ത് വെച്ചിരുന്നു. അതിൻ്റെ കാര്യം ആരും മറക്കരുത്. കുറേശ്ശെ കടലമാവ് കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സാക്കി നല്ല ഒരു പരുവത്തിൽ കൊണ്ടുവരണം. കടലമാവ് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ട് സ്പൂൺ വെച്ച് തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് കുറേശ്ശെ വീഴും. ആ മിക്സായി ഇടുന്ന കടലമാവ് അപ്പോഴപ്പോഴും നല്ലപോലെ യോജിച്ച് വരണം. അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോൾ അങ്ങും ഇങ്ങും ഉണ്ട കെട്ടി കണക്കായിപ്പോൾ ഒന്നുപോലെ മിക്സായി കിട്ടണം നമുക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ 1/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. ഇവിടെ നമുക്ക് മുളക് ഒന്നും വേണ്ട, എരിയൊന്നും വേണ്ട. ഇതൊരു എരിയുടെ പരിപാടിയാണ്. ആ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് അയഞ്ഞ് മിക്സായി കിട്ടാനാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇനി വീണ്ടും ഞാൻ കൈകൊണ്ട് ഞവടി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് നല്ല പരുവത്തിൽ കിട്ടിയുണ്ട്. കൈകൊണ്ട് മിക്സ് ചെയ്ത് ഞാൻ സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്തു. കൈകൊണ്ട് നല്ലതുപോലെ പുരട്ടിയെടുക്കാം. ഇത് നല്ലതുപോലെ ഇതുപോലെ മിക്സാക്കി എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അപ്പോൾ ഇത് അങ്ങോട്ട് ഇരിക്കട്ടെ, അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചായക്കടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക്
എല്ലാം ഇട്ടിട്ടുണ്ട്. അത് കോരി ഒഴിച്ചത് നേരത്തെ വീഡിയോ ഓണാക്കിയില്ലേന്ന് ഒരു സംശയം, അങ്ങ് ഓഫായിപ്പോയി. അപ്പോൾ വീഡിയോ ഓണാക്കിയില്ലെങ്കിലാണ് അങ്ങനെ ഓഫായി പോണത്. ഇപ്പം ഞാൻ ഒന്നേന്ന് ഓണാക്കിയതാണ് വീഡിയോ. അപ്പോൾ നമ്മളെ ചായക്കടി ഇവിടെ സ്പൂൺ വെച്ച് ഞാൻ കോരി ഒഴിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റിയതാണ്. കാര്യം എല്ലാ അമ്മമാരും ഇപ്പം വീട്ടിൽ തന്നെ കാണില്ല, ജോലിക്ക് പോണവരുണ്ട്. അപ്പോൾ അവർ 6-7 മണിയൊക്കെ ആവും വീട്ടിലെത്താൻ, ദൂരെയൊക്കെയാണ് ജോലിയെങ്കിൽ. അപ്പോൾ മുമ്പേ വീട്ടിലെത്തുന്ന കുട്ടികൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഒരു ചായക്കടിയൊക്കെ തയ്യാറാക്കി ചായയൊക്കെ ഇട്ട് വെച്ച് അമ്മ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു സാധനമാണിത്. ടി വിയുടെ മുമ്പേക്ക് കുറച്ചിരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പോലൊരു ചായക്കടി കഴിക്കാം. ഇച്ചിരി എരിയും ഒക്കെ ആയിട്ട് എന്തായാലും യാത്രയൊക്കെ ചെയ്ത് വരുന്നവർക്ക് വെള്ളം ദാഹമൊക്കെ കാണും. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ചായയും ഇതുപോലൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കി തനിയെ കഴിക്കാവുന്നതേ ഉള്ളൂ. എന്നും ഇപ്പം റെഡിമെയ്ഡ് ഭക്ഷണം മേടിക്കാനൊന്നും പറ്റില്ല. ചായക്കടി ആയാലും പിന്നെ വല്ലപ്പോഴും ഒക്കെ മേടിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇത്. ഇപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിട്ട ചായക്കടി സ്നാക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇട്ടത് ഞാനൊന്ന് ഏർക്കുലോണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ച് അത് ഞാനൊന്ന് കുത്തിയൊക്കെ നോക്കി പിച്ചിയൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. ഭയങ്കര ടേസ്റ്റായൊരു സാധനമാണ്. പക്ഷേ ഇച്ചിരി കൂടെ വെന്ത് നല്ല മെരിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇച്ചിരി കൂടെ ഒന്ന് മൊരിച്ചെടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. തിന്ന് കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ലത് ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. നേരത്തേന്ന് കണ്ടില്ലേ, നേരത്തേന്ന് ഒന്നുകൂടെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ആദ്യമേ ലോ ഫ്ലെയിമിലായിരുന്നു. ഇപ്പോഴൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്, അല്ലെങ്കിൽ അറിയാവുന്നവർ നല്ലപോലെ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചട്ടിയിൽ അങ്ങോട്ട് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച്, അല്ലെങ്കിൽ ഫ്രൈ പാൻ എടുത്ത് അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇതുപോലെ പെട്ടെന്ന് കോരിയിട്ട് അത് മറിച്ചിട്ട് അതിൻ്റെ ആ അളവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വൃത്തിയായിട്ട് അറിയാൻ പറ്റുന്നവരാണെങ്കിൽ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് ഒതുക്കി കൊടുത്തിട്ട് ഇവിടെ ഒന്നും കൂടെ കോരി ഒഴിക്കാം. അങ്ങനെയൊക്കെ നോക്കി ഓരോ ട്രിക്കുകളൊക്കെ നോക്കി ചെയ്യണം. അപ്പോൾ 4 എണ്ണം നേരത്തെ തൊട്ട് നമ്മൾ 3 എണ്ണം വീതം ഒന്ന് ഇളക്കിയെടുത്താൽ ഇപ്പോൾ നമ്മൾ 4 എണ്ണം ഇട്ടില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ ഇട്ട് ഇച്ചിരി സമയം മതി. ഇപ്പോൾ ഫ്രൈ പാൻ ആണെങ്കിൽ അത് നിറയെ കുറച്ച് ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കാം. ഇങ്ങനെ എണ്ണയൊക്കെ അതിൻ്റെ മേളിലോട്ട് കോരി ഒഴിച്ച് വരുമ്പോഴത്തേക്ക് മേളും കൂടെ വെന്ത് വരും. നല്ല മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ പൊങ്ങി വരും. അപ്പോഴിങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് അവിടെ കിടന്ന് വെന്ത് മൊരിയണം. അപ്പോൾ നമ്മളെ ചോറും മുട്ടയും കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു മുട്ടയൊക്കെ ഇല്ലാത്തവർ ആരും കാണില്ല, ചോറ് വീട്ടിൽ ഇല്ലാത്തവരാരും 1 കപ്പ് ചോറ് മുട്ടയും കൊണ്ട് ഇത്രയും പലഹാരം ഉണ്ടാക്കി. പിന്നെ ഒരു ഇച്ചിരി കടലമാവ്, ഒരു ഇച്ചിരി വെളുത്തുള്ളി, സവാള കൊത്തിയരിഞ്ഞ്, പിന്നെ നമ്മളെ കയ്യിലുള്ള ഒരു ഇച്ചിരി തക്കാളി, ഒരു ഇച്ചിരി ക്യാപ്സിക്കമൊക്കെ ഇല്ലെങ്കിൽ വേണ്ട, പിന്നെ ഇച്ചിരി കറിവേപ്പില അരിഞ്ഞ്, ഒരു പച്ചമുളക് അരിഞ്ഞെടുത്ത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളെ എരിയുടെ ആവശ്യത്തിന് ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ നല്ല വെന്ത് പലഹാരമാണ്. ഇച്ചിരി സമയം മതി. ഇപ്പോൾ എല്ലാവരും ആ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ 2 ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇട്ടില്ല, നല്ല സുഖമൊന്നുമില്ല. പിന്നെ അപ്പോഴേ അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.